ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് 2025 ഇയർലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് 2025 നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ക്യാൻസർ, നിങ്ങളുടെ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി 2025 വേണ്ടിയിട്ട് ഓവറോൾ എനർജി 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഹൈ പ്രീസ്റ്റസ് ആൻഡ് ഇവിടെ ഉണ്ട് ഹാങ്ഡ് മാൻ. അപ്പോൾ നിങ്ങളുടെ ജനറൽ മെസ്സേജസ് എന്താണ്? 2025 ജനറൽ മെസ്സേജ്: ഡെത്ത്, 2 of swords, 6 of swords, 8 of cups ഉണ്ട് ഇവിടെ. അപ്പോൾ ക്യാൻസർ, ഞാൻ ഇവിടെ കാണുന്നത് ഓവറോൾ നിങ്ങൾക്ക് 2025 നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിൽ കുറേ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ലോസിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്, ഒരു ലാക്ക് മെൻറ്റാലിറ്റിയാണ്. ഇതൊരു ലോ സെൽഫ് കോൺഫിഡൻസിൻ്റെ എനർജിയാണ്. ഇത് ചിലപ്പോൾ ഫിനാൻഷ്യൽ ലോസിൻ്റെ എനർജിയും ആവാം. അപ്പോൾ ഫിനാൻസിൻ്റെ കാര്യത്തിലും കുറേ സൂക്ഷിക്കാനുണ്ട് നിങ്ങൾക്ക്. ഇത് ചില സമയത്ത് ഒരു ഹിഡൻ ഫാക്ടർ ആയിരിക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹൈ പ്രീസ്റ്റസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ചില സീക്രട്ട് പുറത്ത് വരണ എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ചില സീക്രട്ട് ഫിനാൻഷ്യൽ ഫ്രോഡ് മാതിരി ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ എസ്പെഷ്യലി നിങ്ങൾ ചില ഇപ്പോൾ ഓൺലൈൻ ഫ്രോഡോ ഇല്ലാച്ചാൽ ഈ ഫോണിൻ്റെ ത്രൂ ഫ്രോഡ് ഉണ്ടാവുന്നത്, അതൊക്കെ എസ്പെഷ്യലി നിങ്ങൾക്ക് കുറേ സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ അതിൻ്റെ കാരണം ആവണ ഒരു ലോസ് ഞാൻ കാണുന്നുണ്ട്. അത് മാത്രമല്ല, പറഞ്ഞ മാതിരി ഇവിടെ ഒരു ലോ സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങളുടെ ഇന്നർ വർക്ക് നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ സ്പിരിച്വൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഇത് സ്പിരിച്വാലിറ്റിയുടെ കാർഡ് കൂടിയാണ്, ഹാങ്ഡ് മാൻ. അപ്പോൾ ഈ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ലെറ്റ് ഗോ ചെയ്യാൻ ആണ് യൂണിവേഴ്സ് പറയണത് 2025. അതിൽ നിങ്ങൾക്ക് കുറേ ഒരു ചാലഞ്ച് കാണും. ഈ ഇൻസെക്യൂരിറ്റിയുടെ കാരണം നിങ്ങൾക്ക് ബ്ലോക്സ് ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ അത് ആണ് നിങ്ങളുടെ ഫോക്കസ് ഉണ്ടാവുക. നിങ്ങൾ 2025 നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ്, നിങ്ങളുടെ നെഗറ്റീവ് തിങ്കിങ്, അതിലൊക്കെയാണ് നിങ്ങളുടെ ഫോക്കസ് ഉണ്ടാവുക. ഇതൊരു സ്റ്റാഗ്നേഷൻ്റെ എനർജിയുമാണ് ഹാങ്ഡ് മാൻ. അപ്പോൾ ഇതൊരു പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യണ എനർജിയും ഞാനിവിടെ കാണുന്നുണ്ട്. പൈസീസ് എനർജി ഇവിടെ കുറേ സ്ട്രോങ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഇവിടെ ഫേസ്റ്റ് കാർഡ് ഡെത്ത് ആണ്. അപ്പോൾ ഡെത്ത് ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ എനർജിയാണ്. നിങ്ങൾ 2025 വരണത് തന്നെ ഒരു എൻഡിങ് ആണ് എക്സ്പീരിയൻസ് ചെയ്യണത്. അപ്പോൾ ഇത് ഓൾറെഡി 2024 നടക്കണ കാര്യമായിരിക്കാം. ഈ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് 2024 നിങ്ങൾക്ക് എന്തോ ഒരു വലിയ ചേഞ്ച് നിങ്ങൾ കാണുന്നുണ്ടാവും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ഹെൽത്തിൽ. അപ്പോൾ എന്തോ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. ഇതിൻ്റെ കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാവുക എന്ന് ഒരു അറിയാത്ത ഒരു എനർജിയിലാണ് നിങ്ങളിവിടെ. 2 of swords, ഇതിപ്പോൾ എങ്ങനെയാണ് ഞാൻ മുമ്പോട്ട് പോകേണ്ട, എന്താ വേണ്ട, എന്താ ചെയ്യേണ്ട, ഒന്നും അറിയാത്ത ഒരു എനർജി. ഒരു നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഏത് ഡിറക്ഷനിലേക്കാണ് പോകേണ്ടതെന്ന് തന്നെ നിങ്ങൾക്ക് അറിയില്ല. ഒരു പ്ലാൻ ഇല്ലാത്ത എനർജിയാണ് ഇത്. പക്ഷെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കുറേ സ്ട്രോങ് ആണ് ക്യാൻസർ. അപ്പോൾ ഇൻറ്റ്യൂഷൻ എന്താ നിങ്ങളോട് പറയണ വെച്ചാൽ അത് ഒരു ഗൈഡായിട്ട് യൂസ് ചെയ്യുക. നിങ്ങളുടെ ഏഞ്ചൽസ്, നിങ്ങളുടെ ഡിവൈൻ ഗൈഡ്സും നിങ്ങളെ
സ്റ്റെബിലിറ്റിയുടെ ഡയറക്ഷനിലേക്കാണ് കൊണ്ടുപോകണത്. അപ്പോൾ നിങ്ങൾ പോകുന്നത് സ്റ്റേബിൾ ഡയറക്ഷൻസിലാണ്. അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയിരിക്കില്ല. നിങ്ങൾ ഡെഫിനറ്റ്ലി പീസ് ആൻഡ് സ്റ്റെബിലിറ്റി ആൻഡ് കാമർ ഡയറക്ഷനിലേക്കാണ് പോണത്. 8 ഓഫ് കപ്സ് ഇവിടെ അഗൈൻ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ആണ് ഞാൻ കാണുന്നത്. ഏതോ ഒരു സിറ്റുവേഷന് നിങ്ങൾ ഫൈനലി വാക്ക് അവേ ചെയ്യണു. ഏതോ ഒരു പേഴ്സൺ, ഏതോ ഒരു റിലേഷൻഷിപ്പ്, ഏതോ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി, അതിന് നിങ്ങൾ ഫൈനലി ഡിറ്റാച്ച് ചെയ്ത് വാക്ക് അവേ ചെയ്യണു. എന്നുവെച്ചാൽ നിങ്ങൾക്ക് വേറെ നല്ല ഓഫേഴ്സ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നാണ് നിങ്ങൾക്ക് ആ ബിലീഫ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാത്ത എല്ലാം കാര്യത്തിന് നിങ്ങൾ പിരിയണു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും 2025 റിലേഷൻഷിപ്സ് എങ്ങനെയായിരിക്കും? ഏസ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ, 4 ഓഫ് പെന്റക്കിൾസ് ഉണ്ട് ഇവിടെ, 7 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ, ആൻഡ് എംപ്രർ. അപ്പോൾ നിങ്ങളൊരു ഏരീസിന്റെ കൂടെ ആയിരിക്കും ഡെയിലി ഉണ്ടാവുക. പക്ഷെ അതല്ലാണ്ടെയും സിംഗിൾസിന് ഞാൻ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് കാണുന്നുണ്ട്. ലവില് ഒരു പുതിയ ഓഫർ ഉണ്ട്. ഇവിടെ ഒരു ക്രഷ്, ഒരു ഇൻഫാച്വേഷൻ ഉണ്ട്, ഒരു ന്യൂ റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ നിങ്ങൾ കുറെ ഒരു റെസ്ട്രിക്റ്റഡ് എനർജിയിലാണ്. ഫ്രണ്ട്സും ഫാമിലിയുടെ കൂടെയും നിങ്ങളുടെ അത്ര ഒരു ഓപ്പൺ അപ്പ് ആവാത്ത ഒരു എനർജിയാണ് ഇത് 4 ഓഫ് പെന്റിക്കിൾസ്. ഇതൊരു ഹാർട്ട് ചക്രയിൽ ബ്ലോക്ക് ഉള്ള എനർജിയാണ്. അപ്പോൾ ഹാർട്ട് ചക്രയിൽ ബ്ലോക്ക് ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ അപ്പ് ആവാൻ പറ്റില്ല, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ബിലീഫ് ഉണ്ടാവാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് 4 ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായാലും നിങ്ങൾക്ക് അതിൽ ഒരു 100% നിങ്ങളുടെ എനർജി അതിൽ ഇല്ല. ഓക്കെ, കുറച്ചൊരു റിസർവ്ഡ് ആയിട്ട് എനർജിയിലാണ് 4 ഓഫ് പെന്റിക്കിൾസ്. 7 ഓഫ് കപ്സ് കുറെ ഓപ്ഷൻസിന്റെ എനർജിയാണ്. അപ്പോൾ എസ്പെഷ്യലി സിംഗിൾസ് ആണ് വെച്ചാൽ കുറെ ഓപ്ഷൻസ് ഉണ്ടാവും, ഡേറ്റിംഗ് ഓപ്ഷൻസ് വരും. അതല്ല വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ഇതൊരു ടെംപ്ടേഷൻ്റെ എനർജിയാണ്. കുറെ ടെംപ്ടേഷൻസ് ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കണം. ഇവിടെ ഏരീസ് എനർജി ഞാൻ കാണുന്നുണ്ട്, എംപ്രർ. അപ്പോൾ ഒരു ഏരീസിന്റെ കൂടെ ആയിരിക്കും നിങ്ങൾ ഡീലി ഉണ്ടാവുക. ഇത് ഫാദറുടെ റിലേഷൻഷിപ്പും ആവാം. നിങ്ങളും നിങ്ങളുടെ ഫാദറുടെ ഇടയ്ക്ക് റിലേഷൻഷിപ്പ് ഈ കൊല്ലം കുറെ സ്ട്രോങ് ആയിരിക്കും. ഇതൊരു ഫാദർ ഒരു ഫാദർ ഫിഗർ ആയിരിക്കാം, ഒരു മെന്റോർ മാതിരി ഒരു എനർജി. അപ്പൊ ഈ എംപ്രർ ഇവിടെ എന്തുകൊണ്ടാണ് കാണുന്നത്? ഹീലിംഗ് എനർജി ഉണ്ട് ഇവിടെ. അപ്പൊ നിങ്ങളും നിങ്ങളുടെ ഫാദറുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് വെച്ചാൽ അൺറിസോൾവ്ഡ് ഇഷ്യൂസ്, അതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യും. ഇത് പാർട്ട്ണറും ആവാം, ഇത് നിങ്ങളുടെ ഫാമിലിയിൽ ഏതോ ഒരു എൽഡർലി പേഴ്സൺ ആവാം. അപ്പോൾ ഇത് ആരാണ് വെച്ചാലും നിങ്ങളുടെ ഇവിടെ ഒരു ഹീലിംഗ് എനർജി ഞാൻ കാണുന്നുണ്ട് ഈ പേഴ്സന്റെ കൂടെ. ആൻഡ് ഇപ്പൊ നമ്മൾക്ക് നിങ്ങളുടെ കരിയറിലേക്ക് പോവാം. എന്താണ് നിങ്ങളുടെ കരിയറിൽ മെസ്സേജസ് 2025? ടെമ്പറൻസ്, 10 ഓഫ് കപ്സ്, മൂൺ, 2 ഓഫ് കപ്സ്. അപ്പോൾ ആക്ച്വലി കരിയറിലും ഞാൻ കൂടുതൽ ഇമോഷൻസ് ആണ് കാണുന്നത്. ഓക്കെ, ടെമ്പറൻസിൽ നിങ്ങൾ ഒരു ബാലൻസ്ഡ് ആയിട്ട് അപ്രോച്ച് വെക്കാനാണ് പറയണത് യൂണിവേഴ്സ് നിങ്ങളുടെ കരിയറുടെ മാറ്റേഴ്സിൽ. നിങ്ങൾ ഓവർ ഡൂ ചെയ്യരുത്. പറഞ്ഞാൽ കൂടുതൽ ജോലി, കൂടുതൽ എഫേർട്ട് ഇടുക. പറഞ്ഞാൽ എഫേർട്ട് ഇടണം, പക്ഷെ ഓവർ ഡൂ ചെയ്യരുത് ഒന്നും. ഓവർ ഡൂ ചെയ്താൽ അത് നിങ്ങളുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും. ഇമോഷണലി നിങ്ങളൊരു നല്ല സ്ഥലത്താണ്. പറഞ്ഞ കരിയർ വൈസ് നിങ്ങൾ ആക്ച്വലി കുറെ ഒരു ഹാപ്പി സ്പേസിലാണ് 2025. അപ്പൊ അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ മൂൺ ഇവിടെ കുറെ ഒരു ഫിയറിന്റെ എനർജിയാണ്, ആങ്സൈറ്റിയുടെ എനർജിയാണ്. നിങ്ങളുടെ ആങ്സൈറ്റി ചിലപ്പോ ഈ കരിയറുടെ കാരണം കുറെ ഒരു സ്ട്രെസ്ഫുൽ ടൈം ഉണ്ടാവാൻ വഴിയുണ്ട്. അത് മാത്രമല്ല ചില കാര്യങ്ങൾ ഹിഡൻ ഫാക്ടേഴ്സ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യുമ്പോൾ, എന്തെങ്കിലും കരിയർ റിലേറ്റഡ് എഗ്രിമെന്റ്സ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുണ്ടാവില്ല, പറഞ്ഞാൽ അത് പിന്നെയാണ് റിവീൽ ആവുക. ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്യണം മുമ്പേ ശരിക്കും അത് വായിക്കണം. 2 ഓഫ് കപ്സിന്റെ ഇവിടെ ഓഫീസ് റൊമാൻസ് ഉണ്ടാവാൻ ചാൻസസ് ഹൈ ആണ്. അപ്പോൾ അഗൈൻ നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ ഓക്കെ, പക്ഷേ നിങ്ങളുടെ ഓഫീസ് പോളിസി ചെക്ക് ചെയ്യണം. ചില ഓഫീസസിൽ അത് അലൗഡ് അല്ല, അപ്പോൾ അത് ചിലപ്പോൾ ഒരു പ്രശ്നമാവും. ഇത് നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ അഗൈൻ സൂക്ഷിക്കാണ്ട്. എന്നുവെച്ചാൽ
ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ ഓഫീസ് റൊമാൻസ് ആയിരിക്കാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ ചാലഞ്ചസ്? 2025 ചാലഞ്ചസ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? 6 of Wands, Page of Swords, 5 of Wands, 10 of Pentacles. അപ്പോൾ 6 of Wands ഇവിടെ ഒരു സക്സസിന്റെ എനർജിയാണ്, ആക്ച്വലി റെക്കഗ്നിഷന്റെ എനർജിയാണ്. പക്ഷെ വേറെ കുറെ ഡിസ്ട്രാക്ഷൻസിന്റെ എനർജിയുമാണ്, ഈഗോയുടെ എനർജിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കുറെ മൂമെന്റ്സ് ഉണ്ടാവും ഷൈൻ ചെയ്യാൻ 2025. കുറെ സക്സസ് ഉണ്ട്, കുറെ ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെ ലൈഫിൽ ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഇങ്ങനത്തെ ഈ ആൾക്കാർ, അവർക്ക് അറിയണം എന്നുണ്ടാവും എന്താ നിങ്ങളുടെ ലൈഫിൽ നടക്കണമെന്ന്. പക്ഷെ അതുകൊണ്ട് നിങ്ങളുടെ ഈഗോ കുറച്ച് കൺട്രോൾ ചെയ്യുക. അതുമാത്രമല്ല, കുറെ അഗൈൻ നിങ്ങൾ റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ഇത് വേറെ ആൾക്കാരുടെ അറ്റൻഷൻ കൂടുതലുണ്ടാവുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ചിലപ്പോൾ ഇൻസെക്യൂറായി ഫീൽ ചെയ്യും. പേജ് സോഴ്സ് ഇവിടെ ചാലഞ്ച് എന്താ വെച്ചാൽ സ്റ്റഡീസ്, സ്റ്റുഡൻസിന് കുറച്ചൊരു ചാലഞ്ചിങ് സമയമാണ് 2025. പിന്നെ ചില ഗോസിപ്പ് ഉണ്ടാവും നിങ്ങളുടെ ലൈഫിനെ കുറിച്ച്. നിങ്ങളുടെ കാര്യത്തിൽ വേറെ ആൾക്കാർ ചിലപ്പോൾ കൂടുതൽ ഗോസിപ്പി ഉണ്ടാവും, നിങ്ങളെക്കുറിച്ച് ഫാൾസ് ഇൻഫർമേഷൻ ഉണ്ടാവും. ഇത് കോമ്പറ്റീഷൻ കുറെ ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ കരിയറിൽ. തേർഡ് പാർട്ടി ഇന്റർഫിയറൻസും ഞാൻ ഇവിടെ കാണുന്നുണ്ട്, കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടെമ്പർ കൺട്രോൾ ചെയ്യണം. ആങ്കർ ഇഷ്യൂസ് ഉണ്ട് വെച്ചാൽ അത് സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ഇവിടെ കുറെ വഴക്കുണ്ടാവാൻ വഴിയുണ്ട്, ഫ്രണ്ട്സിന്റെ കൂടെ, കലീഗ്സിന്റെ കൂടെ, പാർട്ട്ണറുടെ കൂടെ. 10 of Pentacles ഇവിടെ ഫാമിലി ഇഷ്യൂസ് ആണ്. അപ്പോൾ ഫാമിലിയുടെ കാര്യത്തിലും ചില കാര്യങ്ങൾ ചാലഞ്ചിങ് ആയിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി ഫാമിലിയിൽ സ്വത്തിൻ്റെ ആസ്പെക്റ്റിൽ എന്തെങ്കിലും ഡിസ്കഷൻ നടക്കണ്ട വെച്ചാൽ അതിൽ ചിലപ്പോൾ കുറച്ചൊരു റിഫ്റ്റ് ഉണ്ടാവാൻ വഴിയുണ്ട്. നിങ്ങളുടെ സിബ്ലിങ്സിൻ്റെ അടുക്കെ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുക്കെ. ഫാമിലി ബിസിനസ് ആണ് വെച്ചാൽ അതിലും ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ വഴിയുണ്ട്. ഇല്ല വെച്ചാൽ ഫാമിലി പ്രോപ്പർട്ടീനെ കുറിച്ച് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ എന്താണ് അഡ്വൈസ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്? 2025 അഡ്വൈസ് ഇവിടെ കിങ് ഓഫ് വാൻഡ്സ് ആണ്. എന്താണ് കിങ് ഓഫ് വാൻഡ്സ് അഡ്വൈസ് ആയിട്ട് കാണുന്നത്? എംപ്രസ് ആൻഡ് കിങ് ഓഫ് വാൻഡ്സ് എന്താണ് ഇവിടെ? വേൾഡ്. കിങ് ഓഫ് പെന്റക്കിൾസ് ഉണ്ട് ഇവിടെ. ത്രീ ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. അപ്പോൾ അഡ്വൈസ് നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ കാണുന്നത് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഒരു എൻഡിങ്ങും ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. അപ്പോൾ മേ ബി നിങ്ങളുടെ അടുത്ത് ചിലവർ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. യൂണിവേഴ്സ് നിങ്ങളോട് ആ പുതിയ ബിഗിനിങ് എംബ്രേസ് ചെയ്യാനാണ് പറയണത്. എന്തെങ്കിലും എൻഡ് ചെയ്യേണ്ട വെച്ചാൽ ഫ്ലോയിൽ പോവുക, ആ എൻഡിങ് ആക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് വെച്ചാൽ അതും ആക്സെപ്റ്റ് ചെയ്യുക. ഇവിടെ ടോറസ് എനർജി കാണാണ്ട് 2 ഓഫ് വാൻഡ്സിന്റെ കൂടെ. അപ്പോൾ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ കുറെ സൂക്ഷിച്ചിട്ട് വേണം ഡീൽ ചെയ്യുക. വേറെ ആൾക്കാരുടെ കൂടെ ഡീൽ ചെയ്യേണ്ട വെച്ചാലും കുറെ പ്ലാൻ ചെയ്തിട്ട് വേണം മുമ്പോട്ട് പോവാം. ഇമ്പൾസീവായിട്ട് ഒട്ടും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യരുത്. 3 ഓഫ് കപ്സ് ഇവിടെ ഞാനൊരു സെലിബ്രേഷൻ ആണ് കാണുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഫ്രണ്ട്സിന്റെ കൂടെ, ഫാമിലിയുടെ കൂടെയൊക്കെ റിലേഷൻഷിപ്സ് നല്ലതായിരിക്കും മോസ്റ്റ്ലി. പക്ഷെ നിങ്ങളുടെ എനർജിയും കുറച്ച് യൂണിവേഴ്സ് പറയണത് ലൈറ്റ് ഹാർട്ടഡ് ആക്കുക. ചില സമയത്ത് പുറത്തു പോവുക, ഫ്രണ്ട്സിനെ കൂടെ കണക്ട് ചെയ്യുക, നിങ്ങൾക്ക് എന്താ ഇഷ്ടം വെച്ചാൽ അത് ചെയ്യുക. അപ്പോൾ അത് കുറച്ച് എനർജി ചേഞ്ച് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ അഗൈൻ ഗോയിങ് വിത്ത് ദ ഫ്ലോഡ് എനർജിയാണിത്. എന്താ വരണ വെച്ചാൽ അത് ആക്സെപ്റ്റ് ചെയ്യുക, എന്താ പോകണ വെച്ചാൽ അത് ആക്സെപ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ സമയം ചേഞ്ച് ആവുന്നുണ്ട്. 2025 നല്ല സമയം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വർക്ക് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഹോൾഡ് ഓൺ ചെയ്യാണ്ട് മൂവ് ഓൺ ചെയ്യാൻ പഠിക്കുക. എന്ന് വെച്ചാൽ അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ പുതിയ ബ്ലെസ്സിങ്സ് വരുള്ളൂ. പാസ്റ്റിനെ ഹോൾഡ് ഓൺ ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റാഗ്നൻസി വരും, ഒരു ബ്ലോക്ക് വരും. ഓക്കെ, അപ്പോൾ ലൈഫിന് പുറത്ത് പോണ കാര്യങ്ങളൊക്കെ പോയിക്കോട്ടെ, പക്ഷെ
പുതിയത് വരണതൊക്കെ എംബ്രേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2025 ഔട്ട്കം? 6 ഓഫ് കപ്സ് ആണ് ഔട്ട്കം. ഇവിടെ നിങ്ങൾ 2025 കുറെ ഒരു പാസ്റ്റ് ആൾക്കാരുടെ കൂടെ കുറെ കണക്ട് ചെയ്യാൻ വഴിയുണ്ട്. ഇവിടെ ഒരു പാസ്റ്റ് പേഴ്സണിന്റെ കൂടെയും നിങ്ങൾ ചിലപ്പോൾ കണക്ട് ചെയ്യും. ഇതൊരു പാസ്റ്റ് ലവർ ആയിരിക്കാം, അതല്ല ഒരു പാസ്റ്റ് ഫ്രണ്ട്, കസിൻസ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്, അങ്ങനെ അവരുടെ കൂടെയൊക്കെ കുറെ കണക്ഷൻ ഉണ്ടാവും. ഏസ് സോഴ്സ് ഒരു പുതിയ ബിഗിനിങ്ങിന്റെ എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ കുറെ പുതിയ ബിഗിനിങ്സ് ഉണ്ടാവും. ഫയർ സൈൻ, ഒരു ഫയർ സൈൻ ഇവിടെ ഞാൻ കാണുന്നുണ്ട്. കുറെ ഇൻ ആൻഡ് ഔട്ട് ആയ എനർജിയിലാണ് ഈ പേഴ്സൺ. ഈ പേഴ്സന്റെ കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറെ അൺസ്റ്റേബിൾ ആവും 2025. 5 സോഴ്സ് ഇവിടെ ഗോസിപ്പ് ആൻഡ് നെഗറ്റിവിറ്റിയുടെ എനർജിയാണ്. ഞാൻ പറഞ്ഞ മാതിരി കുറെ കോമ്പറ്റീറ്റീവ് എനർജി ഉണ്ട്, കുറെ ഒരു ഗോസിപ്പിന്റെ എനർജി ഉണ്ട്. ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് വെക്കുക. ഇവരെ എപ്പോഴും ഒരു നെഗറ്റീവ് മെന്റാലിറ്റിയിലാണ്. അപ്പൊ അങ്ങനത്തെ എനർജീന്ന് കുറച്ചൊരു സൂക്ഷിക്കുക ആൻഡ് ഡിസ്റ്റൻസ് വെക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജസ് എന്താണ് 2025 ഓറക്കിൾ മെസ്സേജ് ക്യാൻസറിന് വേണ്ടിയിട്ട്? ഹാവ് കോൺഫിഡൻസ്, സ്ട്രെങ്ത്, ബാലൻസ്, പ്രിപ്പയർഡ്, ട്രാങ്ക്വിൽ. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ കോൺഫിഡൻസ് വെക്കുക നിങ്ങളുടെ മുകളിലത്തെ. ഞാൻ ഇവിടെ ഓൾറെഡി പറഞ്ഞു ഇത്. ഓക്കെ, കോൺഫിഡൻസിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും നിങ്ങൾക്ക്. സെൽഫ് കോൺഫിഡൻസ് ലോ ആയിരിക്കും 2025. അപ്പോൾ അതാണ് ഏറ്റവും വലിയ മെസ്സേജ് ഇവിടെ പറയണത്. നിങ്ങളുടെ ഉള്ളിൽ ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്. ഓക്കെ, എല്ലാവരുടെയും ഉള്ളിൽ ആ സ്ട്രെങ്ത് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ചാലഞ്ചസ് വരണതും നിങ്ങൾക്ക് അത് ഡീൽ ചെയ്യാൻ പറ്റുന്ന ചാലഞ്ചസേ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുള്ളൂ. അപ്പോൾ എന്താ ചാലഞ്ചസ് പറയണ വെച്ചാൽ അത് കുറെ കോൺഫിഡൻസിനെ കൂടെ ഡീൽ ചെയ്യുക. ഇതൊക്കെ ഒരു ടെമ്പററി ഫേസ് ആണ്. ഒരു സമയത്തും നിങ്ങളുടെ ബാലൻസ് തെറ്റാൻ പാടില്ല. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഓവർ ഡൂ ചെയ്താൽ അത് കുഴപ്പമാണ്, ഒന്നും ചെയ്യില്ലാച്ചാലും അതൊരു പ്രോബ്ലമാണ്. അപ്പോൾ ബാലൻസ് വെക്കുക എല്ലാത്തിലും. ഓക്കെ, നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ഫീലിങ്സിലും നിങ്ങളുടെ എനർജി, നിങ്ങളുടെ എഫേർട്ട് എല്ലാം ഒരു ബാലൻസ് ആയാൽ എല്ലാം ശരിയായി നടക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ക്യാൻസർ. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു. റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് പേഴ്സണൽ റീഡിംഗ് ബുക്കിംഗ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കമൻറ്റ് ചെയ്ത് പറയാതെ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേന്ന്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.